മഴതോരും മുംബൈയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അലീനയെ കാണാനായി സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് പോയി തിരിച്ചു വരുന്ന വഴിയാണ് ബബിത. താൻ കാറിലിരുന്ന് വല്ലാത്ത ചിന്തകളിലാണ്. തൻ്റെ കുടുംബം എങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ എങ്ങനെയൊക്കെ ആയി മാറിയെന്ന്. അലീനയുടെ ഒരാളുടെ കടന്നുവരവോടുകൂടിയാണ് ഇങ്ങനെയൊക്കെ ആയത്. അലീനയെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. തൻ്റെ അമ്മയാണ് എല്ലാത്തിനും കാരണം. അലീന എന്ന് പറയുന്ന ഒരു മകൾ അമ്മയിൽ പിറന്നു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവളെ ഉപേക്ഷിച്ച് അമ്മ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നത്? എല്ലാത്തിനും കാരണം അമ്മയും അമ്മയുടെ കുടുംബക്കാരും തന്നെയാണ്. ഇനി അവരാരുമായും തനിക്കൊരു ബന്ധവും വേണ്ട. അച്ഛനോട് മാപ്പ് ചോദിക്കണം ചെയ്ത തെറ്റുകൾക്കെല്ലാം. താനൊരു വഴിക്ക് ഒരു നാളിൽ തെറ്റുകളിലൂടെ നടന്നപ്പോഴെല്ലാം മനുവേട്ടനും അങ്കിളും എല്ലാം പറഞ്ഞതാണ്, അമ്മയുടെ വഴിക്കാണോ നിൻ്റെയും നടത്തുമെന്ന്. അന്നുപോലും താൻ സ്വന്തം അമ്മയെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അച്ഛനാണ് സത്യമെന്നും അച്ഛനാണ് ശരിയെന്നും നിനക്കൊരു നാളിൽ മനസ്സിലാകുമെന്നും മനുവേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. അന്നും ഞാൻ അതൊന്നും വഴിവെച്ചിരുന്നില്ല. ഇന്ന് എൻ്റെ വഴി എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. ബബിതയിൽ എന്തെന്നില്ലാത്തൊരു പശ്ചാത്താപമെല്ലാം തോന്നുന്നുണ്ട്. ബബിത ഉടനെ തന്നെ അമലിനെ ഫോൺ വിളിക്കുകയാണ്. അമലിനോട് പറയുന്നുണ്ട്, അമലെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്നെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമോ? ഓ എടി കാണാം, അതിനിപ്പോൾ എന്താ, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തു പറ്റി നിനക്ക്? ശബ്ദത്തിനൊക്കെ വല്ലാത്തൊരു മാറ്റം. ഏയ് ഒന്നുമില്ലടാ, എനിക്കൊന്ന് നിന്നെ കാണണമായിരുന്നു, അത്രയേ ഉള്ളൂ. ഓ എപ്പോഴാണ് കാണണ്ടേ, നീ പറഞ്ഞോ. ഞാനിപ്പോൾ നിൻ്റെ ഫ്രൂട്ട്സ് ഷോപ്പിൻ്റെ ഫ്രണ്ടിലൂടെ ഇപ്പോൾ കടന്നു പോകും. അതിന് തൊട്ടടുത്തായിട്ട് ആ ഒരു ഇടവഴി ഉണ്ടല്ലോ, അവിടെ ഞാൻ നിൽക്കാം. നീ ഒരു 10 മിനിറ്റിനുള്ളിൽ അങ്ങോട്ടേക്ക് എത്താൻ പറ്റുമോ? ഒരു 10 മിനിറ്റ് മതി, ഒന്ന് സംസാരിച്ചിട്ട് പോകാം എന്നെല്ലാം ബബിത പറയുന്നുണ്ട്. ബബിതയുടെ മനസ്സിൽ അവൾ എന്തൊക്കെയോ കണക്ക് കൂട്ടി വെച്ചതുപോലെ. ഉടനെ തന്നെ ബബിത പറഞ്ഞ ആ സ്പോട്ടിലേക്ക് അമലും എത്തുന്നുണ്ട്. അമലിനോട് ബബിത പറയുകയാണ്, അമലെ, എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനെന്താ ഇങ്ങനെയൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ? നിനക്ക് എന്നോട് എന്തും പറയാലോ, നീ കാര്യം പറയേ. അമലെ, എൻ്റെ വീട്ടിലെ അവസ്ഥ നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. നിൻ്റെ വീട്ടിലിപ്പോൾ എന്താ അവസ്ഥ? നിൻ്റെ അനിയൻ ആ കേസിൽ നിന്ന് ഊരിപ്പോന്നു. പിന്നെ നാട്ടുകാർ പറയുന്നുണ്ട് നിങ്ങൾ കാശെറിഞ്ഞ് ഊരി വീഴ്ത്തിയതാണെന്ന്. അതൊക്കെ എന്തും ആയിക്കോട്ടെ, അതൊക്കെ ഇപ്പോൾ പലരും പലതും പറയും. ഇപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ പഠിക്കാനായിട്ട് വിദേശത്തോ എവിടെയോ അല്ലേ. പിന്നിപ്പോൾ എന്താ പ്രശ്നം? നിങ്ങൾ പണക്കാർക്ക് എന്തും ആവാലോ. അമലെ, നിൻ്റെ ഈ കുത്തുവാക്ക് കേൾക്കാനൊന്നുമല്ല ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. എടി, ഞാൻ നിന്നെ കുത്തിക്കൊണ്ടൊന്നും പറഞ്ഞതല്ല, ഞാനുള്ള കാര്യം പറഞ്ഞതാണ്. അത്രയും അവസ്ഥ ഉള്ള സമയത്ത് പോലും നീ എന്നെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യായിരുന്നു. നിനക്കതിലൊന്നും ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം എന്താ ബബിതേ നിനക്ക് അങ്ങനെ ഒരു പ്രശ്നം? എടാ, വേറൊന്നുമല്ല, എനിക്കിതിലൊക്കെ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. എന്തിൽ? എടാ, അമലപ്പോൾ ബബിതയോട് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ തന്നെ ചോദിക്കുകയാണ്, എന്താ നിൻ്റെ പ്രശ്നം? അല്ല, ഒരു മിനിറ്റ്, എന്തായി? ഞാൻ തന്ന ചാവി നിനക്ക് ഓക്കെ ആയോ? ഓ, അതെല്ലാം ഓക്കെ ആയി. എന്നാൽ ഇനി പറഞ്ഞേ, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന്. അതൊന്നുമില്ലടാ, അമ്മ ഒരു അലമാരി അവിടെ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വിചാരിച്ചത് അമ്മ എന്തൊക്കെയോ നിധി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്നാണ്. അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കണമെന്ന് തോന്നി, അതിന് വേണ്ടിയിട്ടാണ് നിന്നെ കൊണ്ട് ചെയ്യിച്ചത്. ഓ, അത്രയേ ഉള്ളൂ. ഞാൻ വിചാരിച്ച് നീ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് പൊക്കിക്കൊണ്ട് വരുന്നു, അതെങ്ങാനും എനിക്ക് തരാനായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അമലെ, എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയുകയാണ് ഞാൻ. നീ അതിൻ്റേതായ സീരിയസ്നെസ്സിലൊന്ന് മനസ്സിലാക്കുമോ? ശരി, മനസ്സിലാക്കാം, നീ പറയേ. എടാ, നമുക്കിതൊക്കെ ഇവിടെ വെച്ച് നിർത്താം. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്ത് നിർത്താന്ന്? എടാ, എനിക്ക് വയ്യടാ. എടീ, നിനക്ക് എന്താ ഇപ്പം ഉണ്ടായേ? എടാ, ഇതൊന്നും ശരിയാവില്ല. ഇനി അങ്ങനെയല്ല, നമുക്കൊരു കല്യാണപ്രായമൊക്കെ ആവുന്ന സമയത്തും
നിനക്ക് എന്നോട് അതേ ഇഷ്ടമുണ്ടെങ്കിൽ നീ വീട്ടിൽ വന്ന് ആലോചിച്ചോ. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞോളാം എനിക്ക് നിന്നെ മാത്രം മതിയെന്ന്. അപ്പോൾ നമ്മുടെ വിവാഹം അച്ഛൻ നടത്തി തരും. അല്ല, നീ എന്ന് തുടങ്ങിയ ഇങ്ങനെ കുടുംബക്കാരെയും അച്ഛനെയൊക്കെ ചിന്തിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്? ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ നീ. എടാ, ഞാൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഇനിയെങ്കിലും ഞാൻ ഇങ്ങനെ ആവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ തന്നെ എനിക്ക് നിന്നോട് അതൊക്കെ പറയണമെന്ന് തോന്നിയത്. ദൈവത്തോർത്ത് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കിയെടുക്കണം പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ബബിത കൈകൂപ്പി അവനോട് സംസാരിക്കുകയാണ്. അമലിന് പോലും ഇത്രയും നാളും കാണാത്ത ബബിതയെ കണ്ടപ്പോൾ അതിശയം തോന്നുന്നുണ്ട്. അപ്പോൾ അമലിനാണെന്നുണ്ടെങ്കിൽ അവൻ കണ്ടെത്തിയ വലിയൊരു പുളിങ്കൊമ്പെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ പണച്ചാക്കെന്നോ അങ്ങനെയൊക്കെ പറയാമല്ലോ ബബിതയെ. കാരണം സ്വർണ്ണക്കടയുടെയും ഷോപ്പുകളുടെയും ഒക്കെ ഓണറിൻ്റെ ഒരു മോളാണ്. അപ്പോൾ അവൻ അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ബബിതയുടെ പിന്നാലെ നടക്കുന്നതും. ശരി ബബിതേ, ഞാനെന്തായാലും ഇതിൽ നിന്നൊക്കെ പിന്മാറാം. പക്ഷേ ഞാൻ ഇതിൽ നിന്ന് പിന്മാറുന്നത് കൊണ്ട് നിനക്കെന്താ ഉപകാരം? അതും കൂടി നീ ഒന്ന് പറയോ. പിന്നെ ഞാൻ വെറുതെ ഒന്ന് പിന്മാറിപ്പോകുന്ന പോലെ ആയിരുന്നില്ലല്ലോ നമ്മുടെ ബന്ധവും. അതും കൂടി നീ ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം. ഒരു ഭീഷണി എന്ന രീതിയിൽ അവൻ സംസാരിക്കുകയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, നീ അത് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട. കാരണം അതിലും വലുത് നടന്നിട്ട് ആ വീട്ടിൽ കഴിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും എനിക്ക് ആ തെറ്റുകളൊക്കെ തിരുത്തി ജീവിക്കണമെന്ന് ഈ നിമിഷം തോന്നി. അതുകൊണ്ട് തന്നെയാണ് നിന്നോടതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമെന്നും തോന്നിയിട്ടാണ് നിന്നെ ഞാൻ വിളിച്ചു വരുത്തിയത്. പിന്നെ നീ പഴയ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ ജീവിതവും എൻ്റെ കുടുംബക്കാരെയും നയിക്കാനാണ് നീ തീരുമാനിക്കുന്നതെങ്കിൽ ആ വഴിക്ക് തന്നെ ആയിക്കോട്ടെ. നീ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ പണക്കാര മക്കൾക്ക് എന്തു ആവാമെന്ന്. ആ വഴിക്ക് ഞാനും ഒന്ന് നോക്കും അമലെ എന്ന് പറഞ്ഞുകൊണ്ട് ബബിത കാറിൽ കയറാൻ നേരത്ത് വീണ്ടും ബബിതയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് അമൽ പറയുന്നുണ്ട്, ഡി നിനക്കേ എന്നെ വേണ്ടെന്നുണ്ടെങ്കിലേ അതിനൊരു 10 ദിവസം മുമ്പേ എനിക്ക് നിന്നെ വേണ്ടാന്ന് ഞാനങ്ങ് തീരുമാനിച്ചിരിക്കുന്നു. പോടി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കളിയാക്കുകയാണ്. അപ്പോൾ ബബിതയ്ക്ക് വല്ലാത്തൊരു അതിശയം തോന്നുകയാണ്. അപ്പോൾ ബബിത ഇങ്ങനെ അവനെ തന്നെ നോക്കി നിൽക്കുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട്, എടി നീ ഇനി ഏത് പണക്കാരനെ ആയാലും ഏത് കോന്തനെ കല്യാണം കഴിച്ചാലും ഞാൻ ഉപയോഗിച്ച ബാക്കിയല്ലേടി നീ. അങ്ങനെ ഞാനങ്ങ് കണ്ടോളാടി നിന്നെ. പോയി പണിയുണ്ടോയെന്ന് നോക്കടി. പിന്നെ നിനക്കിപ്പോൾ ഒരു തോന്നലുണ്ടാവും നൈസായിട്ട് എന്നെയും പറ്റിച്ച് നീ അങ്ങോട്ട് പോവുകയാണെന്ന്. എന്നാലേ നീ ഇതും കൂടിയും കേട്ടോ, എൻ്റെ ലിസ്റ്റിലിപ്പേ നീ അടക്കം തന്നെ 5 എണ്ണം വേറെ ഉണ്ടടി. നീ പോയാലും എനിക്ക് അവളുമാരൊക്കെ തന്നെ മതി. നീയൊക്കെ എന്താ വിചാരിച്ചത്? നിന്നെ മാത്രം സ്വപ്നം കണ്ട് നിന്നെ മാത്രം മനസ്സിൽ വിചാരിച്ച് നടക്കുന്ന ഒരു ഊളയാണ് ഈ അമലെന്നോ? നിനക്ക് തെറ്റി മോളെ. നീ മനസ്സിൽ കാണുന്നതിന് മുമ്പേ ഇതൊക്കെ ഞാൻ മാനത്ത് കണ്ടിട്ടുണ്ടായിരുന്നടി. നീ ഒരു ദിവസം വന്ന് നീയൊക്കെ ഇങ്ങനെ ഊരിപ്പോകുന്നു. നിൻ്റെയൊക്കെ സുഖത്തിന് വേണ്ടിയിട്ടല്ലേടി എന്നെപ്പോലുള്ളവരെ തപ്പി നീയൊക്കെ ഇറങ്ങുന്നത്. അയ്യോ, ഇപ്പം അവളൊരു വലിയ ശീലാവതി വന്നിരിക്കുന്നു. എന്തൊരു സ്നേഹമാണിപ്പോൾ കുടുംബക്കാരോട്. അച്ഛൻ്റെ ആഗ്രഹത്തിന് ഇനിയെങ്കിലും ജീവിക്കണം പോലും. പോയി ജീവിക്കടി. ഇനിയല്ലെങ്കിൽ തന്നെ നിന്നെയൊക്കെ എന്തിനു കൊള്ളാം. അമലിൻ്റെ വാക്കുകളെ ബബിതയ്ക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ബബിതയ്ക്ക് വല്ലാത്ത മാനസിക ബുദ്ധിമുട്ട് തോന്നി. താൻ ഇത്രയും കാലം മനസ്സറിഞ്ഞ് സ്നേഹിച്ച അമൽ തന്നെയാണോ ഈ പറയുന്നതെന്നല്ല. അവൾക്ക് വളരെ വിഷമത്തോടു കൂടി അവൾ ആ കാറിൽ കയറിയിരുന്നു. അവൾ ഒരുപാട് പൊട്ടിക്കരയുന്ന പോലെ, എന്നാൽ ഡ്രൈവർ കേൾക്കാനും പാടില്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് തന്നെ ശബ്ദം പുറത്ത് വരാതെ അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. വീടെത്താനായപ്പോൾ ഡ്രൈവർ തന്നെയാണ് അവളോട് വീടെത്തി മാഡം എന്ന് പറയുന്നത്. ഇത് കേട്ട ബബിത ഉടനെ തന്നെ കാറിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് കയറി പോവുകയാണ്. വീട്ടിലേക്ക് കയറി പോകുന്ന വഴിക്ക് അച്ഛൻ നിൽക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ മുഖത്തേക്ക് വളരെ കുറ്റബോധത്തോടെ ഒന്ന് നോക്കുക മാത്രമേ ബബിത ചെയ്തുള്ളൂ. ബബിത അകത്തേക്ക് ഓടിക്കയറി തൻ്റെ റൂമിൽ കയറി വാതിലുകൾ അടച്ചു. അവൾ ആ കട്ടിലിൽ കിടന്ന് ഒരുപാട് കരഞ്ഞു. തൻ്റെ ജീവിതം താൻ അവന് മുമ്പിൽ കീഴ്പ്പെടുത്തിയല്ലോ എന്നാലോചിച്ച് താൻ കാത്തു സൂക്ഷിക്കേണ്ട പലതും
അവനിൽ അടിയറവ് പറഞ്ഞതോർത്ത് ബബിതയ്ക്ക് വല്ലാത്ത കുറ്റബോധവും വിഷമവും തോന്നി. ഇല്ല, തനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. താനിനി അമ്മയുടെ പാതയിലൂടെ സഞ്ചരിക്കുകയുമില്ല. അച്ഛൻ്റെ നല്ലൊരു മകളായി ഞാൻ ജീവിച്ചു കാണിക്കും. എങ്കിലും തനിക്ക് അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ, ആ അമലിനെ. എത്രയോ വട്ടം മനുവേട്ടൻ പറഞ്ഞതാണ് അവൻ നല്ലൊരു വ്യക്തിയല്ലെന്നും അവൻ വളരെ മോശമാണെന്നും തന്നെപ്പോലെ ഒരുപാട് പെണ്ണുങ്ങൾ അവൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നുമെല്ലാം. ആരെയും വിശ്വസിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല. ആര് പറയുന്നതും താൻ വിശ്വസിച്ചുമില്ല. അമൽ മാത്രമായിരുന്നു തൻ്റെ മുമ്പിൽ ശരി. ഇന്ന് ഈ നിമിഷം അച്ഛനോട് തോന്നിയൊരു സഹതാപവും സ്നേഹവും കൊണ്ട് മാത്രമാണ് അവനോട് തനിക്ക് ഇത്രയൊക്കെ പറയണമെന്ന് പോലും തോന്നിയത്. അതെന്തുകൊണ്ടും നന്നായി. കാരണം അല്ലായിരുന്നുവെങ്കിൽ താൻ ഓരോ നിമിഷവും അവനിൽ വഞ്ചിക്കപ്പെട്ടുകൊണ്ടേയിരുന്നേനെ. എന്തൊക്കെയാണ് അവൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്? ഈശ്വര, ഞാൻ ഇത്രയ്ക്ക് മണ്ടിയായിരുന്നു. എന്നെ ഒരാൾ പറ്റിക്കുകയാണെന്നും എന്നെ ഒരാൾ ഉപയോഗിക്കുകയാണെന്ന് പോലും മനസ്സിലാക്കാതെ എന്തൊക്കെയാണ് നടത്തിക്കൂട്ടിയത്. ബബിതയ്ക്ക് വീണ്ടും വല്ലാത്ത വിഷമം തോന്നിക്കൊണ്ടേയിരുന്നു. സ്വയം അവൾ മനസ്സുകൊണ്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്കൊന്നും സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നുണ്ടായിരുന്നില്ല. ബബിത കരയുന്ന ശബ്ദം പുറത്തേക്ക് കേട്ടിട്ടെന്ന പോലെ കൃഷ്ണമോൾ വന്ന് ഡോറിൽ മുട്ടുന്നുണ്ട്. ബബിത ഉടൻ തന്നെ അവിടുന്ന് ചാടി എഴുന്നേറ്റ് ഡോറ് വന്ന് തുറക്കുന്നുണ്ട്. ഡോറ് തുറന്ന പാടെ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ കരയുന്നേ? ഏയ് ഒന്നുമില്ല, തലവേദന എടുത്തിട്ടാ. എന്ത് തലവേദന എടുത്തിട്ടാണോ നീ കരയുന്നത്? അല്ലടി, നീ പോ. അല്ല, പോയിട്ടെന്തായി? പുതിയ ചേച്ചിയെ കാണാൻ. ദേ കൃഷ്ണേ, ഞാൻ ആകപ്പാടെ ദേഷ്യം വന്നിരിക്കുക. എന്നോട് അവളുടെ കാര്യമൊന്നും നീ ചോദിക്കാൻ നിൽക്കണ്ട. ദേഷ്യം മാറാനാണ് ഇപ്പോൾ അവിടെ പോയതെന്ന് പറഞ്ഞിട്ട് ദേഷ്യം കൂടിയിട്ടാണല്ലോ തിരിച്ചു വന്നത്. കൃഷ്ണേ, എനിക്ക് ആകപ്പാടെ ഭ്രാന്ത് വന്നിരിക്കുകയാണ്. നീ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ബബിത ആ ഡോറടക്കുകയാണ്. കൃഷ്ണമോൾ പോയി അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ, ചേച്ചിയെ കാണാൻ പോയി വന്ന ആൾക്ക് വല്ലാത്ത ദേഷ്യത്തിലാണല്ലോ. എന്ത് പറ്റി? എന്നോടൊന്നും പറഞ്ഞില്ല. അച്ഛനൊന്ന് ചേച്ചിയെ ഒന്ന് വിളിച്ചു നോക്കാമോ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്നെ നേരത്തെ അവൾ വിളിച്ചിരുന്നു, പക്ഷേ സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ ഷോപ്പിലായിരുന്നല്ലോ. എന്നാ മോള് തന്നെ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ കൃഷ്ണമോൾക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം കൃഷ്ണമോള് അലീനയുമായി സംസാരിക്കുകയാണ്. അപ്പോൾ അലീനയും വളരെ വിഷമത്തിൽ തന്നെയാണ്. അപ്പോൾ അലീനയോട് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ വീഡിയോ കോളിലാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ അലീനയുടെ മുഖമൊക്കെ കാണുമ്പോൾ വല്ലാത്ത വിഷമത്തോടു കൂടിയാണ് അലീനയും സംസാരിക്കുന്നതെന്ന് കൃഷ്ണമോൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ഇതെന്ത് പറ്റി ചേച്ചി? ഇവിടെ നിന്നൊരാൾ അവിടേക്ക് വന്നിരുന്നു. അയാളുടെ മുഖവും ഇപ്പോൾ കാണാൻ വന്ന ആളുടെ മുഖവും ഒക്കെ ഇങ്ങനെ വീർത്ത് കെട്ടിയിരിക്കുകയാണല്ലോ. എന്തിപ്പോൾ അവിടെ ഉണ്ടായേ? എന്തിനാ മോളെ അവളെ ഇങ്ങോട്ട് വിട്ടത്? എന്ത് പറ്റി ചേച്ചി? എന്താ പ്രശ്നം? അവിടെ വന്ന് ആകെ പ്രശ്നമാക്കിയോ? ഇവിടെ വന്ന് പ്രശ്നമാക്കിയതല്ല, ബബിത എന്തൊക്കെയോ കിടന്ന് സംസാരിച്ചു. അത് കേട്ട് ഇവിടെ സ്റ്റാൻലി അച്ചായന് എന്തൊക്കെയോ ചേച്ചി പറയുന്നേ? എടി, ഇവിടുത്തെ പപ്പയ്ക്ക് അത് കേട്ട് ദേഷ്യം വന്നു. പപ്പയും എന്തൊക്കെയോ പറഞ്ഞു. അവൾ എന്നോട് ഇനി അവിടെ വരരുതെന്നും പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ പിഴച്ചവളെന്നും പിഴച്ചുണ്ടായതെന്നും എന്തൊക്കെയോ പറഞ്ഞുകൂട്ടി. ഇതൊക്കെ കേട്ടിട്ട് ഇവിടെ പപ്പയ്ക്ക് ദേഷ്യം വന്നപ്പോൾ പപ്പയും പറഞ്ഞു, ഇനി എന്നെ അങ്ങോട്ടൊന്നും വിടില്ലെന്നും ആർക്കും ബുദ്ധിമുട്ടാകാൻ എൻ്റെ മകളെ ഇനി അയക്കില്ലെന്നൊക്കെ. എനിക്കാകെ ടെൻഷനായിരിക്കുക. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ വന്ന് വിളിച്ചാൽ ഞാൻ കൂടെ പോകുമെന്ന്. ആഹാ, എന്നിട്ട് പിന്നെ എന്താ കുഴപ്പം? ചേച്ചി പിന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നെ അതിൽ കൂടുതൽ എന്താ ഇപ്പം പറയാനുള്ളത്? അല്ല മോളെ, ഇവിടെ വരെ അവൾ വന്നിട്ട് ഇവിടുത്തെ പപ്പയുടെ വായിലിരിക്കണതൊക്കെ കേട്ടിട്ടാണ് അവൾ പോയത്. അതുകൂടി കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമായി. അതാ. അതിപ്പോൾ ചേച്ചി, ഇവിടെ എല്ലാവരും അത് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് അവളെ അങ്ങോട്ട് അയച്ചത്. പിന്നെ ഇവിടെ ആരും അയച്ചതല്ല കേട്ടോ. അവൾക്ക് എന്തായാലും അങ്ങോട്ട് വന്നേ പറ്റുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് തന്നെ വന്നതാ.
ഇവിടെ അച്ഛൻ അഡ്രസ്സ് കൊടുക്കാഞ്ഞിട്ട് മനുവേട്ടനെ വിളിച്ചു. മനുവേട്ടനോട് വിളിച്ചിട്ട് പറഞ്ഞു മനുവേട്ടനും അഡ്രസ്സ് തന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കുന്നൊക്കെ. അപ്പോൾ പിന്നെ മനുവേട്ടൻ അച്ഛനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അച്ഛനും പറഞ്ഞു പോയി അവിടെ നിന്നുള്ളതൊക്കെ കേട്ടിട്ട് ഇങ്ങോട്ട് തിരിച്ച് വന്നോട്ടേന്ന്. ഇതൊക്കെ അവിടെ നടക്കാൻ പോണേന്ന് ഇവിടെ എല്ലാവർക്കും അറിയാമായിരുന്നു. പിന്നെ ചേച്ചിക്ക് എന്തിനാ ഇത്ര വിഷമം? ചേച്ചി ഇങ്ങനെ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനുമൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കാൻ പോയാൽ അതിനെ പറ്റത്തുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ ഉണ്ടായേ മോളെ എന്ന് ചോദിച്ച് ബാലചന്ദ്രൻ ഫോൺ മേടിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രനോടും അവൾ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുകയാണ്, അച്ഛാ സോറി, ഞാനൊന്നും അറിഞ്ഞുകൊണ്ടല്ല. ഇവിടെ വന്ന് ബബിതയെ എന്തൊക്കെയായിരിക്കും പറയാമെന്ന് അച്ഛന് നന്നായിട്ട് അറിയാലോ. അതേപോലെ തന്നെയായിരുന്നു ബബിതയുടെ സംസാരം. എന്നെ വല്ലാതെ താഴ്ത്തിക്കെട്ടി ഞാൻ വലിഞ്ഞു കയറി വന്നു, അവിടെയുള്ള കുടുംബം നശിപ്പിച്ചു, ഇപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ആ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടുത്തെ പപ്പയ്ക്ക് അത് ഒന്നും സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തോ ആ സമയത്ത് പപ്പയും നല്ലത് തിരിച്ച് പറഞ്ഞു. അത് കേട്ടിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഇവിടുത്തെ ആൻറ്റിക്ക് അതിൽ വല്ലാത്ത വിഷമമുണ്ട് കേട്ടോ. വീട്ടിൽ വന്ന ഒരാളോട് അങ്ങനെയൊന്നും സംസാരിക്കണ്ടായിരുന്നു എന്ന്. പക്ഷേ പപ്പ പറയുന്നത് 10-20 വയസ്സുള്ളൊരു പെൺകുട്ടി സംസാരിക്കുന്നത് പോലെയാണോ അവൾ സംസാരിച്ചത്? അവളെ വളർത്തിയ അമ്മയുടെ കുഴപ്പമല്ലേ അതെല്ലാം എന്നൊക്കെയാണ്. അതിപ്പോൾ സ്റ്റാൻലി പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? അവളുടെ അമ്മയുടെ കുഴപ്പം തന്നെയല്ലേ അവൾ ഇമാതിരിയുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നത്. നീ എന്തിനാ അതിന് എന്നോട് സോറി പറയുന്നത്? അവൾ ചെയ്തതിനുള്ളതല്ലേ അവൾക്ക് കിട്ടിയത്. ഇവിടെ വന്ന് കയറി റൂമിൽ കയറി വാതിലടച്ചതാ. അതിനുശേഷം പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല. കൃഷ്ണമോൾ ചെന്ന് ഡോറിൽ തട്ടിയപ്പോൾ ഡോറ് തുറന്നൊന്ന് പുറത്തേക്ക് നോക്കി. അത് കഴിഞ്ഞ് ഡോർ അടച്ചിട്ടിരിക്കുകയാണെന്നാണ് അവൾ പറഞ്ഞത്. പിന്നെ ഇതെന്തായാലും ഞാൻ അവളോട് ചോദിച്ചോളാം. അയ്യോ അച്ഛാ, ഇനി അതൊന്നും ചോദിക്കണ്ട. ചോദിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാനിതൊക്കെ പറഞ്ഞത്. എന്നോട് കൃഷ്ണമോൾ എന്താ ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളോട് അവൾ എന്തായാലും ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അച്ഛൻ ഇനി അതൊന്നും ചോദിക്കാൻ പോകണ്ട. അല്ലെങ്കിൽ എന്നോട് അത്രയും ദേഷ്യമാണ് ബബിതയ്ക്ക്. അച്ഛൻ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. രോഹിത്തൊക്കെ എന്നെ അംഗീകരിച്ച പോലെ ബബിതയ്ക്ക് എന്നെ പെട്ടെന്നൊന്നും അംഗീകരിക്കാൻ കഴിയില്ല അച്ഛാ. അതിനൊന്നാമത്തെ കാരണം അമ്മ തന്നെയാണ്. ഞാൻ ആ വീട്ടിൽ വന്ന നാൾ മുതൽ അമ്മയ്ക്ക് എന്നോടുണ്ടായ വെറുപ്പ് മുഴുവനും അമ്മ രോഹിത്തിലും ബബിതയിലും കുത്തി നിറച്ചുകൊണ്ടേയിരുന്നു. അത് രോഹിത്തിന് അങ്ങനത്തെ ഒരവസ്ഥ വന്നപ്പോൾ മാത്രമല്ലേ അവൻ എന്നെയും മനസ്സിലാക്കിയുള്ളൂ. അതേപോലെയൊക്കെ എപ്പോഴെങ്കിലും അവളും എന്നെ മനസ്സിലാക്കിക്കോളൂ അച്ഛാ. അച്ഛനല്ലാതെ അതിനു വേണ്ടി ഒന്നും പറയാനൊന്നും നിൽക്കണ്ട. അതൊക്കെ എന്നോടുള്ള വെറുപ്പ് കൂടത്തേ ഉള്ളൂ. അത് ശരിയാണ് അച്ഛാ. അച്ഛൻ ഇനി അവളോട് പോയി ഒന്നും ചോദിക്കാനൊന്നും നിൽക്കണ്ട. ഇതെല്ലാം കേട്ട് നിൽക്കുന്ന കൃഷ്ണമോളും ബാലചന്ദ്രനോട് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നിന്നെ ഞാൻ വിളിച്ച് പറയണമെന്ന് വിചാരിച്ചതാണ് ബബിത അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു അത് വേണ്ട, അവളെ എത്തുമ്പോൾ എത്തട്ടെ, അവൾക്ക് പറയാനുള്ളത് എന്തെന്നാന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോരട്ടെ എന്ന്. പിന്നെ എനിക്ക് ഉറപ്പായിരുന്നു അവൾ എന്തൊക്കെ വന്ന് പറയുമെന്നും ഇത് കേട്ട് നിൽക്കുന്ന മറ്റൊരാളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നും. എന്തായാലും സാരില്ല, ഇനിയിപ്പോൾ അവളും കൂടി ഇതൊക്കെ അറിഞ്ഞല്ലോ. ആ കാര്യത്തിലും ഒന്നോർക്കുമ്പോൾ മനസ്സമാധാനമുണ്ട്. അച്ഛനിതൊന്നും ആലോചിച്ച് ഇനി ടെൻഷനൊന്നും അടിക്കാൻ നിൽക്കണ്ട കേട്ടോ. അച്ഛൻ കറക്റ്റ് സമയത്ത് മെഡിസിനൊക്കെ കഴിക്കണേ. കൃഷ്ണമോളെ, അച്ഛന് കറക്റ്റ് മെഡിസിനൊക്കെ എടുത്ത് കൊടുക്കുന്നില്ലേ നീ? അതൊക്കെ ഞാൻ കറക്റ്റ് ചെയ്യുന്നുണ്ട് ചേച്ചി. അച്ഛനിപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുക. അത് കഴിഞ്ഞിട്ട് അച്ഛന് ഞാൻ മെഡിസിൻ എടുത്ത് കൊടുത്തിട്ടേ ഞാനും അച്ഛനും ഒക്കെ കിടന്നുറങ്ങത്തുള്ളൂ. ചേച്ചിയും പോയി എന്തെങ്കിലും കഴിച്ച് പോയി കിടക്കുന്ന ഉറങ്ങാൻ നോക്കി. ശരി ശരി. അപ്പോൾ ബാലചന്ദ്രനും ഓക്കെ മോളെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ്. ഇതേ സമയത്ത് അവർ ഭക്ഷണം കഴിക്കാൻ സമയത്ത് കൃഷ്ണമോള് ചെന്ന് ബബിതയെ ഒന്നുകൂടി വിളിക്കുന്നുണ്ട്. അപ്പോൾ ബബിത ഡോറ് തുറക്കാതെ തന്നെ വളരെ സൗമ്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, എന്തിനാ വിളിക്കുന്നേ? അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അയ്യോ വേറെ ഒന്നിനല്ലേ, ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതാണേ. എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോ? ഉറപ്പാണോ? ആടി, എനിക്ക് വേണ്ട. ശരി എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് താഴെ ചെന്ന് അച്ഛനോടും പറയുന്നുണ്ട്, എന്തേ മോളെ അവൾ പോകുന്നില്ലേ ഭക്ഷണം കഴിക്കാൻ? വേണ്ടെന്നാ അച്ഛാ പറയുന്നേ. പിന്നിപ്പോൾ നിർബന്ധിക്കാൻ നിന്നില്ല, വിശപ്പില്ലാഞ്ഞിട്ടായിരിക്കും. ആണോ? ശരി ശരി, നീ വന്നിരിക്കാൻ നോക്ക്. പോയി അമ്മയെ വിളിച്ചു നോക്കടി. അമ്മയെയും ഞാൻ വിളിച്ചതാ. അമ്മയും ഇപ്പോൾ കഴിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. അത് നമ്മ കഴിച്ച് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാ അച്ഛാ. ആണോ?
മുത്തശ്ശി കഴിച്ചായിരുന്നോ? മുത്തശ്ശിക്ക് ആ ആൻറ്റി കൊടുത്തോളൂ, അച്ഛന് വിളമ്പിക്കോട്ടെ ഞാൻ. ആ ശരി ശരി വിളമ്പിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടാളും ഭക്ഷണമൊക്കെ കഴിച്ച് ബാലചന്ദ്രൻ മുറിയിലേക്ക് കിടക്കാനായി പോകുന്നുണ്ട്. ഇതേ സമയം ബബിത വല്ലാത്ത ചിന്തയിലാണ്. താൻ ചെയ്തതെല്ലാം തെറ്റാണ്. പക്ഷേ തൻ്റെ സഹോദരിയായിട്ടോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നും അലീനയെ ചിന്തിക്കാനേ കഴിയുന്നില്ല. അലീന എനിക്ക് ദേഷ്യമാണ് അവളെക്കുറിച്ച് തോന്നുമ്പോൾ. വേണ്ട, അവളെക്കുറിച്ച് ചിന്തിക്കണ്ട. അവളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ മറ്റൊരാളായി വീണ്ടും മാറുകയാണ്. എനിക്കെൻ്റെ അച്ഛനോട് മാപ്പ് പറയണം. അച്ഛനോട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി. അമ്മ ഇത്രയും വലിയ തെറ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ ക്ഷമിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. അച്ഛൻ എങ്ങനെയായിരിക്കും അമ്മയോട് ഇതെല്ലാം ക്ഷമിച്ചിട്ടുണ്ടാവുക? അച്ഛൻ എങ്ങനെയായിരിക്കും എൻ്റെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ പ്രതികരിക്കുക? ഒന്നോർക്കുമ്പോൾ അച്ഛൻ എന്ത് പാവാണ്. അച്ഛൻ എന്തൊക്കെ സഹിച്ചു, മകൻ്റെ, ഭാര്യയുടെ. ഇനിയിപ്പോൾ എന്നെക്കുറിച്ചും കൂടി എന്തെങ്കിലുമൊക്കെ അറിഞ്ഞാൽ അച്ഛൻ എങ്ങനെയായിരിക്കും സഹിക്കാൻ കഴിയുക? വയ്യ. ഇനി ഞാനായിട്ട് അച്ഛനൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് മനസ്സൊരുപാട് വിഷമിച്ചിട്ടും അവനോട് കാര്യങ്ങളെല്ലാം വിളിച്ച് പറയാമെന്ന് വിചാരിച്ച് അവനെ വിളിച്ച് വരുത്തിയത്. അതിപ്പോൾ ഇങ്ങനെയുമായി. അച്ഛനെ ഒന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബബിത അച്ഛൻ്റെ റൂമിലേക്ക് നടക്കുകയാണ്. ബബിത ചെന്ന് റൂമിൽ മുട്ടുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ അകത്തേക്ക് കയറിക്കോ എന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഒട്ടും തന്നെ ബബിതയെ പ്രതീക്ഷിക്കുന്നില്ല. ബാലചന്ദ്രൻ കൃഷ്ണമോളായിരിക്കുമെന്ന് മാത്രമാണ് വിചാരിച്ചത്. ബബിതയെ കാണുന്ന ബാലചന്ദ്രൻ ഒരു ഞെട്ടലോട് കൂടി തന്നെയാണ് ബബിതയെ നോക്കുന്നത്. ബബിതയും തല താഴ്ത്തി തന്നെ നിൽക്കുകയാണ്. ബാലചന്ദ്രൻ എന്താ അവിടെ തന്നെ നിന്നത്? ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് സ്നേഹത്തോടു കൂടി തന്നെ അവളെ വിളിക്കുന്നുണ്ട്. അവൾ വന്ന് അരികത്തായി നിൽക്കുന്നുണ്ട്. ബാലചന്ദ്രൻ അവിടെ കിടന്ന കട്ടിൽ കാണിച്ചുകൊണ്ട് അവളോട് പറയുന്നുണ്ട്, നീ അവിടെ ഇരിക്കേ, എന്തു പറ്റി? നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അച്ഛാ ഇല്ല, ഞാൻ വെറുതെ വന്നതാ. ആണോ? ശരി, എന്നാൽ കുറച്ച് നേരം ഇരിക്കേ. അച്ഛൻ എന്തെങ്കിലും വർക്കിലാണോ? അത് ഇന്ന് ഞാൻ ഷോപ്പിൽ പോയപ്പോഴേ ഗോവർദ്ധൻ അങ്കിള് കുറച്ച് അക്കൗണ്ട്സ് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്കിള് കറക്റ്റായിട്ടെല്ലാം ചെയ്യുന്നതാണ്, എങ്കിലും അവൻ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരും. അപ്പോൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നത് എനിക്കും ഒരു സമാധാനമാണല്ലോ. ഞാൻ നോക്കിയെന്ന് മനസ്സിലാക്കുമ്പോൾ അവനും ഉണ്ടാവും ഒരു സമാധാനം. അതുകൊണ്ട് അങ്ങനെ ഒന്ന് ഇരുന്നു എന്ന് മാത്രം. ഉറക്കം വരാൻ ഇതും നല്ലൊരു മാർഗ്ഗമാണല്ലോ എന്ന് കരുതിയിരുന്നതാ. അച്ഛാ ഞാൻ എന്താടി, എന്താ നിനക്ക്? അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? പറഞ്ഞോ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എന്തിന്? ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി അച്ഛാ. അത് കുറച്ചൊക്കെ എനിക്കറിയാം. അച്ഛൻ എന്നിട്ട് എന്താ എന്നോടൊന്നും ചോദിക്കാതിരുന്നത്? നിൻ്റെ പ്രായത്തിൻ്റെയാണെന്ന് വിചാരിച്ചു. നിനക്ക് കുറച്ചും കൂടി പക്വത വെക്കുമ്പോൾ നിനക്കൊരു മാറ്റം സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു രോഹിത്തിൻ്റെ ഒരേ പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ നിനക്ക് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടാവുമെന്നും വിചാരിച്ചു. അതുകൊണ്ടാണ്. അച്ഛാ ഞാൻ നിങ്ങളെല്ലാവരെയും മറന്നിട്ടാണ് ഇത്രയും കാലം ജീവിച്ചു പോകുന്നത്. ഇപ്പോൾ ഞാൻ അമ്മയെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്കതൊക്കെ ഇനി ഞാനും അത് ആവർത്തിക്കാൻ പാടില്ല എന്നൊക്കെ എനിക്ക് തോന്നി അച്ഛാ. അത് നല്ലതാ. അല്ലെങ്കിലും മറ്റൊരാൾ പറഞ്ഞു തരുന്നതിനേക്കാളും സ്വയം ഒരു ബോധമുണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ബബിത. അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബബിത അച്ഛൻ്റെ മുമ്പിൽ തൊഴുകൈയോടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇത് കാണുന്ന ബാലചന്ദ്രന് സന്തോഷവും സങ്കടവും എല്ലാം തോന്നുന്നുണ്ട്. തൻ്റെ മക്കൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. താൻ മുമ്പ് എപ്പോഴോ രാജീവനോട് പറഞ്ഞിരുന്നു, ഒരിക്കൽ ഇതെല്ലാം അറിയുന്ന കാലത്ത് എൻ്റെ മക്കൾ എന്നിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന്. അന്ന് രാജീവനോട് മനസ്സിൽ തോന്നിയ എന്തൊക്കെയോ വിളിച്ചു കൂവിയതാണ്. പക്ഷേ സത്യമായിരുന്നു അത്. കണ്ടില്ലേ എൻ്റെ മക്കൾ എന്നിലേക്ക് തന്നെ തിരിച്ചു വന്നത്. ബാലചന്ദ്രന് അതെല്ലാം ആലോചിച്ച് വല്ലാത്ത സന്തോഷവുമുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അച്ഛാ
അച്ഛൻ എങ്ങനെയാണ് ഇതെല്ലാം സഹിച്ചച്ഛന് കഴിയുന്നത്? എനിക്ക് പോലും ഇതൊക്കെ ആലോചിച്ചിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ. എനിക്ക് അച്ഛനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ഞാനൊരു കാര്യം കൂടിയും പറഞ്ഞോട്ടെ? അച്ഛൻ പിന്നീട് അറിയുമ്പോൾ എന്നെക്കുറിച്ച് ആലോചിച്ചു വിഷമം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാ. ഞാൻ അമലെന്ന് പറയുന്നൊരു പയ്യനായിട്ട് ഇഷ്ടത്തിലായിരുന്നു. ബാലചന്ദ്രൻ ഒരു അതിശയവുമില്ലാതെ തന്നെ ബബിത പറയുന്നത് കേട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ബബിതയ്ക്ക് പോലും അതിശയം തോന്നുന്നുണ്ട്. അപ്പോൾ ബബിത വീണ്ടും തുടരുകയാണ്. ഇപ്പോൾ അതൊന്നുമില്ല അച്ഛാ, ഞാനതെല്ലാം അവസാനിപ്പിച്ചു. അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു മകളായി ഞാൻ എന്നും അച്ഛൻ്റെ കൂടെ ഉണ്ടാവും. അച്ഛൻ കൃഷ്ണമോളെയും ആ അലീനയെയും ഒക്കെ സ്നേഹിക്കുന്ന പോലെ എന്നെ അച്ഛൻ സ്നേഹിക്കണം. അച്ഛനെന്താ ഒന്നും പറയാത്തത്? എടീ, നീ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്കറിയാവുന്നതാണ്. പിന്നെ ഞാനും കരുതിയിരുന്നത് നീയായിട്ട് തന്നെ തിരുത്തട്ടെ എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നോടൊന്നും ചോദിക്കാതെയും പറയാതെ ഇരുന്നത്. പിന്നെ നീ പറയുന്ന പോലെ എനിക്ക് നീ എൻ്റെ മകൾ തന്നെയല്ലേ ബബിതേ? കൃഷ്ണമോളും അലീനയും നീയും എല്ലാവരും എൻ്റെ മക്കളാണ്. നീ എന്താണ് അത് മനസ്സിലാക്കാത്തത്? പിന്നെ നീ ചോദിച്ച പോലെ എനിക്കെല്ലാത്തിനുള്ളൊരു ബലം ദൈവം തരുന്നതാണ് മോളെ. അച്ഛനെ കൂടെ ഇനി ഞങ്ങളെല്ലാവരും ഉണ്ടാവും. അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. അച്ഛന് മനസ്സുകൊണ്ട് അമ്മയോടൊപ്പം ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അച്ഛൻ ഡിവോഴ്സ് ആക്കിക്കോ അച്ഛാ. ഞങ്ങൾക്കാർക്കും അതിൽ വിഷമില്ല. അച്ഛൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയാൻ പറ്റും. ഇനി അച്ഛനെ ആരും കുറ്റം പറയില്ല ഈ കാര്യത്തിൽ. നീ എന്തൊക്കെയാണ് ബബിതേ ഈ പറയുന്നത്? നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അച്ഛൻ ഇതിനൊക്കെ ഒരു അവസാനമുണ്ടാകുമെന്നും അമ്മ എല്ലാ അർത്ഥത്തിലും നല്ലൊരു ഭാര്യയും നല്ലൊരു അമ്മയുമായി മാറുമ്പോൾ നമുക്കെല്ലാവർക്കും പഴയതുപോലെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയും. അതിൽ ബബിത, നീയും രോഹിത്തിനും മുൻപായിട്ട് അമ്മയുടെ വയറ്റിൽ ജനിച്ചൊരു മകളാണ് അലീന. അവളും ഉണ്ടാവും നമ്മളോടൊപ്പം. അച്ഛാ, അത് മാത്രം എന്നോട് പറയരുത്. അത് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് അംഗീകരിക്കാൻ പോലും കഴിയുന്നില്ല അച്ഛാ. അതെന്താണ് നീ അങ്ങനെ പറയുന്നത്? ദൈവത്തെ ഓർത്ത് അച്ഛൻ അതിനെക്കുറിച്ച് മാത്രം എന്നോട് സംസാരിക്കരുത്. ഇന്ന് അവളുടെ പപ്പ പറഞ്ഞതാണ് അവളെ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വിടില്ല എന്ന്. അതേപോലെ തന്നെ നിന്നോട്ടെ അച്ഛാ. അച്ഛനായിട്ട് ഇനി വിളിക്കാനൊന്നും പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബബിത ബാലചന്ദ്രൻ്റെ മുമ്പിൽ കൈ കൂപ്പി നിൽക്കുകയാണ്. ബാലചന്ദ്രൻ ബബിതയോടായി പറയുന്നുണ്ട്, അതൊരിക്കലും സാധിക്കില്ല മോളെ. അവൾ ഈ വീട്ടിലെ കുട്ടിയാണ്. അവളിനി നിങ്ങളോടൊപ്പം ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും. അത് അതിൻ്റേതായ സമയത്ത് നടക്കുകയും ചെയ്യും. അച്ഛൻ്റെ ദൃഢമായ വാക്കുകൾ കേട്ട് ബബിത അച്ഛൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. തുടർന്നുള്ള കഥയുമായി ഉടൻ തന്നെ ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.